30 കിലോമീറ്ററോളം ഓടിയതിന് ശേഷം ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി 30 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഞാനൊരു 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അങ്ങനെ 1000 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഓടിയിട്ടും പിന്നെയും ബ്ലിങ്ക് ചെയ്യാണ്. അപ്പം ഞാൻ ആദ്യം ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പലരും ഫേസ് ചെയ്യുന്നൊരു വലിയൊരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നമാണ് വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്തതിന് ശേഷം ബ്ലിങ്കിങ് സ്റ്റേജ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഫ്യൂവലിൻ്റെ കട്ട കയറുന്നില്ല. സാധാരണ രീതിക്ക് ഒരു അനലോഗ് ഗേജ് ആണെങ്കിൽ പെട്ടെന്ന് കയറും, പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ഡിജിറ്റൽ മീറ്ററിൽ അത് കാണിക്കുന്നില്ല. ഞാൻ കട്ടാന്ന് ഉദ്ദേശിച്ച് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മീറ്ററാണ്. ഡിജിറ്റൽ മീറ്ററിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഒരുപാട് പേർക്ക് ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൊടുന്നിടുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും എത്ര പേർക്ക് അത് കിട്ടി. ഓക്കെ, എന്താണ് കാരണമെന്ന് ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞുതരാം. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു അര ടാങ്കോളം അല്ലെങ്കിൽ ഒരു ഫുൾ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു പ്രശ്നം കാണിക്കുന്നതായിരിക്കത്തില്ല. ഇനി ഒരു അര ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹാഫ് ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ടാങ്കിൽ തന്നെ പോകുന്നു, അത് കുറച്ച് കുറയുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ പിന്നെയും കൊണ്ടുപോയി ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ ഫ്യൂവൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പെട്ടെന്ന് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു പ്രോബ്ലം ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ എപ്പോഴും കുറച്ച് ഓടിക്കുന്ന ആൾക്കാർ, അതായത് ടാങ്കിനകത്ത് എപ്പോഴും ഫ്യൂവൽ ഒരു ലോ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞൊരു പ്രശ്നം കാണിക്കുന്നത്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, പക്ഷേ കഴിവതും നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ അതുപോലെ ചെയ്തിട്ടുള്ളതുകൊണ്ടും ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ ഇരിക്കുന്ന വാഹനം ഇപ്പം കുറച്ച് ലോ ഫ്യൂവലിൽ തന്നെയാണ് ഓടിക്കുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളൊരു മെയിൻ കംപ്ലയിൻ്റാണ് ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ വാഹനത്തിന് ഫ്യൂവൽ പെട്ടെന്ന് ഫില്ല് ചെയ്യുന്ന സമയത്ത്, അതായത് ഏകദേശം ബ്ലിങ്കിങ് സ്റ്റേജ് ആയി, അതായത് ഫ്യൂവലിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചു, പിന്നെ ബ്ലിങ്കിങ് സ്റ്റേജ് വരും. അതായത് നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഫ്യൂവൽ ബ്ലിങ്കിങ് ലൈറ്റ് കാണിക്കും. ആ ബ്ലിങ്കിങ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ഒരു ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നതെങ്കിൽ, അതായത് ഓർത്തോണം, 30 കിലോമീറ്ററോളം ഓടിയതിന് ശേഷം ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി 30 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഞാനൊരു 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അങ്ങനെ 1000 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചതിന് ശേഷം ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഓടിയിട്ടും പിന്നെയും ബ്ലിങ്ക് ചെയ്യാണ്. അപ്പം ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്നാ, എൻ്റെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ഗേജിന് കംപ്ലയിൻറ്റ് കാണും, അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്കിന് ലീക്ക് ഉണ്ടോ. ഈ രണ്ട് പ്രശ്നങ്ങളും അല്ല ശരിക്കും അവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഏകദേശം അത്രയും ലോ ഫ്യൂവലിൽ ആ 30 കിലോമീറ്ററോളം ഓടിയ സമയത്ത് വാഹനം ചിന്തിക്കുന്നത് തന്നെ, വാഹനത്തിനകത്ത് ഫ്യൂവൽ കുറവാണ്, നമ്മുടെ വാഹനത്തിന് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്യൂവൽ കുറവാണെന്ന് അറിഞ്ഞിട്ട് നമ്മളൊരു കയറ്റം കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്തോ ഫ്ലോട്ടിൻ്റെ ലെവൽ വ്യത്യാസം വരും. അതുകൊണ്ട് പെട്ടെന്ന് ഇത്രയും ഫ്യൂവൽ കയറി കഴിഞ്ഞപ്പോൾ വാഹനം വിചാരിക്കുന്നുണ്ട് ഇവൻ്റെ ഒരു കയറ്റം കയറുക അല്ലെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങുക, പെട്ടെന്നൊന്നും കാണിക്കേണ്ട. ഇതൊരു മെയിൻ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വാഹനം ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്യൂവൽ ഗേജ് കയറുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം ഒരു 1000 രൂപയ്ക്കൊക്കെ ഫ്യൂവൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും കാണിക്കത്തില്ല. പക്ഷേ എവിടെയെങ്കിലും പോയി ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കട്ട ഏകദേശം ഒരു 3 കട്ടയോളം, അല്ലെങ്കിൽ ആ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒരു 3 ബാറോളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതൊരു കംപ്ലയിൻ്റ് അല്ല, വളരെ നോർമലാണ്. കുറേ നേരം നമ്മളൊരു ലോ ഫ്യൂവലിൽ തന്നെ ഓടിച്ചതിന് ശേഷം പെട്ടെന്ന് കുറേ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്നൊരു ചെറിയ കൺഫ്യൂഷനാണ്. അതൊരു കംപ്ലയിൻ്റ് അല്ല, അത് വളരെ നോർമലാണ്. ചിലരെങ്കിലും ഇത് ഫ്യൂവൽ പമ്പിൽ അല്ലെങ്കിൽ ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷനിൽ വഴക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അത് നോർമലാണ്, അതൊരു കംപ്ലയിൻ്റ് അല്ലെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.